പോയിട്ട് അംഗീകാരം നൽകുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിലപ്പെട്ട സഹോദരന്മാരുടെ ജീവൻ പോയിട്ടുള്ളത്. ആരാ കുടുംബത്തോട് മറുപടി പറയും? പാവപ്പെട്ട കുടുംബത്തോട് ആര് മറുപടി പറയും? ആരാണ് ഇതിന് ഉത്തരവാദി? ലക്ഷങ്ങൾ വാങ്ങി കീശയിലിട്ട് ഇതേപോലുള്ള അനധികൃത കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം? കോർപ്പറേഷന്റെ സെക്രട്ടറി പറയട്ടെ, മേയർ പറയട്ടെ മറുപടി. നേരെ മേയറുടെ ക്യാബിനിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചത്? മേയറുടെ അടുത്താണ് പോകുന്നത്. മേയറാണ് മറുപടി പറയേണ്ടത്. അവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിഷേധം അവിടെയാണ്. കൊലയാളിയാണ്, കൊലയാളി മേയർക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. സ്മിത, ഇപ്പോൾ നമ്മുടെ വലിയങ്ങാടിയിൽ നിന്ന് ഇത്രയും ദൂരം നടന്നാണ് BJP നേതാക്കൾ കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് എത്തുന്നത്. കോർപ്പറേഷന് മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ പോലീസ് സംഘം ഇതിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നേരത്തെ ഈ BJP നേതാക്കൾ അവിടേക്ക് വരുന്നു എന്ന് വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇതിനോടകം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സ്വാഭാവികമായിട്ടും മേയറുടെ ക്യാബിനിലേക്കൊക്കെ ഇവർ പ്രവേശിച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിൽ അവരെ കടത്തിവിടില്ല. ഈ ഗേറ്റിന് മുന്നിൽ തന്നെ പോലീസ് സേനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉള്ളിൽ ഇതപ്പോൾ പ്രകാശ് ബാബു ഈ ഗേറ്റ് മറികടന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഈ ഗേറ്റ് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക്, അതായത് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ അകത്തേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞു. അങ്ങനെ അകത്തേക്ക് കടന്നുകൊണ്ട് നേരെ അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തി നേരിട്ടെത്തി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നാണിപ്പോൾ BJP നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയില്ല. വളരെ ന്യായമായൊരു വിഷയത്തിലാണ് ഈ പ്രതിഷേധം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ ഇവിടെ നിന്ന് നീക്കാനോ പാടില്ല. മേയറെ കാണണം, മേയറെ കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം എന്നാണിപ്പോൾ BJP നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അവർ ഈ മതിൽ മറികടന്നുകൊണ്ട് ഇപ്പുറത്തെത്തിയ ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രകാശ് ബാബു നിലത്ത് കിടന്നുകൊണ്ട് തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. അദ്ദേഹം ഒരു നിലയ്ക്കും പോലീസിനോട് വഴങ്ങാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ മേയറുടെ ക്യാബിനകത്തേക്ക് ഉറപ്പായും എത്തി അദ്ദേഹത്തെ നേരിട്ട് പ്രതിഷേധം അറിയിക്കും എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം, പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള BJP നേതാക്കളുടെ ഒരു സംഘം ഇപ്പോൾ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒരു പോലീസുമായി നേരിട്ടുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്മിത, വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കോർപ്പറേഷൻ മേയറെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും എന്നാണ് അവരുടെ നിലപാട്. പക്ഷേ അവരെ പിടിച്ചു മാറ്റുകയാണ് അവിടെ നിന്ന് പോലീസ്. ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. നിരവധി പോലീസുകാരും അവിടെ എത്തിയിട്ടുണ്ട് അവരെ തടയാനായി. സംരക്ഷിച്ചാലും അടിച്ച് കാലൊന്നും പൊട്ടിച്ചാലും ഒന്നും നടക്കില്ല. ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല. 3 പാവപ്പെട്ട ജീവനാ പോയത്. ആരാ ഉത്തരം പറയണ്ടേ? കോർപ്പറേഷൻ മേയറുടെ ഓഫീസിലേക്ക് മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. പോലീസുകാർ അവരോട് കയർക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. അവരെ തടയുകയാണ് അവിടെ പോലീസ്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മരിച്ചവരുടെ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ബന്ധുക്കൾ മാത്രമല്ല, ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവർ, ആ കെട്ടിടത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുണ്ട്. പ്രതിഷേധം അവിടെ അങ്ങനെ തുടരുകയാണ്. നിഖിൽ, വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവരെ തടയാനായി പോലീസ് അവിടെയുണ്ട്. പോലീസ് തടയുന്ന സാഹചര്യം, അവരോട് എതിർക്കുകയാണ് പ്രതിഷേധക്കാർ. പറയും. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പോലീസുമായി നേരിട്ടൊരു വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.